ഹായ് നമസ്കാരം. തിയേറ്ററിലേക്ക് ശേഷം ഇപ്പോൾ ഡയറക്റ്റ്ലി OTT വന്നിട്ടുള്ള സിനിമയാണ് YSR യാത്രയുടെ രണ്ടാം ഭാഗം. അപ്പം ആദ്യ ഭാഗം കണ്ടവരാണെങ്കിൽ ഈ രണ്ടാമത്തെ പാർട്ട് കാണണമെന്ന് ചോദിച്ചാൽ കാണണ്ടെന്ന് പറയാൻ സാധിക്കും. കാരണം ഒന്നുമില്ല പ്രത്യേകിച്ച്. നിങ്ങളിപ്പം വലിയ ആകാംക്ഷയായിട്ട് കാണുന്ന ഒരാളുകളാണെങ്കിൽ, അതായത് പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രങ്ങൾ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയാൻ പറ്റും. എങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ സിനിമയിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇതിലേക്ക് വരാം. അപ്പം നമ്മുടെ ചിത്രത്തിൽ രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ട്. രണ്ട് കഥാപാത്രങ്ങളിൽ വന്നിട്ടുള്ളത് ഒന്ന് ജീവ, പിന്നുള്ളത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. അപ്പം മമ്മൂക്ക ഇതിൽ വൈസ് രാജശേഖരൻ എന്ന് പറയുന്ന റോളിലാണ് എത്തിയിട്ടുള്ളത്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ട് അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാവുന്നൊരു പാർട്ടായിരുന്നു. കുഴപ്പമില്ലാത്ത കഥയൊക്കെ ആയിരുന്നു. ഒരു ഡീസൻ്റായിട്ട് വന്ന സിനിമയാണ്. സെക്കൻഡ് പാർട്ടും ഡീസൻ്റായിട്ട് വന്ന സിനിമയാണ്. എങ്കിലും സെക്കൻഡ് പാർട്ടിനകത്ത് ഒന്നുമില്ല. നിങ്ങൾ ഈ സിനിമ കാണുന്നവരാണെങ്കിൽ നിങ്ങളെ, അതായത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു സംഭവം ഇതിനകത്തിട്ടില്ല. പിന്നെ മമ്മൂക്കയുടെ വെറുതെ കൊണ്ടുപോയ മമ്മൂക്ക ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ ജീവ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ മെയിൻ റോള് വന്നിരിക്കുന്നത് ജീവയാണ്. മമ്മൂക്കയെ ഇതിനകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുപോലെ മമ്മൂക്കയാണ് വരേണ്ടത്, ജീവയാണ് വരേണ്ടത്. ജീവ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുപോയി വെച്ചിട്ടൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല. രണ്ട് സൂപ്പർ ക്യാരക്ടേഴ്സുകളുണ്ട്. അവർ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യത്തിലാണ് ഡയറക്ടർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡയറക്ടറാണ് മഹിയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ സ്ക്രിപ്റ്റും തയ്യാറാക്കിയിരിക്കുന്നത്. പുള്ളിയെടുത്ത് ആദ്യം തന്നെ പറയാനുള്ളത് കാര്യം അങ്ങോട്ട് വർക്കായിട്ടില്ലെന്നാണ് പറയാനുള്ളത്. കാരണം ഫസ്റ്റ് പാർട്ട് നമ്മൾ അത്യാവശ്യമൊക്കെ എൻഗേജ്ഡ് ആയി കൊണ്ടുപോകാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇതിനകത്തൊന്നും ആവർത്തിച്ചിട്ടില്ലെന്നും പറയാൻ സാധിക്കും. പിന്നെ പൊളിറ്റിക്സ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അല്ലാത്തവർക്കൊന്നും ഈ സിനിമ ഒന്നും വലുതായിട്ടൊന്നും ദഹിക്കത്തില്ല. എന്തായാലും കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടത്തോടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ഒന്ന് അംഗീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.